സർവശക്തിമാൻ എൽറോഹിയേ എബനേസരേ ആൽഫതു ഒമേഗതു റാഫതു മേരി ചങ്കായി ഷദായേ സർവശക്തിമാൻ എൽറോഹിയേ എബനേസരേ सबसे योग्य है सर्वदा राजा है मेरा पिता है यीशुआ सबसे योग्य है सर्वदा राजा है मेरा पिता है यीशुआ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് സന്തോഷിക്കാൻ തരുന്ന വചനം മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. യേശു കർത്താവിൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യം തന്നെ പറയുകയാണ്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. സമൂഹമെല്ലാം അവഗണിക്കച്ചവരെയും ഇനി ജീവിതത്തിനകത്ത് ഒരു പ്രതീക്ഷയില്ലാത്തവരെയും ഒക്കെ നോക്കി കർത്താവ് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടതാട്ടോ. ആമേൻ. നമ്മുടെ മുഖത്ത് നോക്കി നീ സ്മാർട്ടാ, നീ ഒരു ബ്ലസ്ഡാണ് എന്നൊക്കെ ഒന്ന് കേട്ടാൽ തന്നെ നമുക്കൊരു ജീവൻ വരും. യേശുവിൻ്റെ വാക്കുകൾ സാധാരണ വാക്കുകളാണ്. ആമേൻ. ഞങ്ങൾ നിങ്ങളെ നോക്കി പറയുകയാണ്, നിങ്ങളൊരു അനുഗ്രഹമാണ്. ആമേൻ. സമൂഹത്തിനും ദേശത്തിനും ഒക്കെ നിങ്ങളൊരു അനുഗ്രഹമാണ്. ലോകത്തിൽ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കൊള്ളത്തില്ലെന്ന്. പക്ഷേ കർത്താവിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ട് ഞങ്ങൾ ഇരുന്നു കൊണ്ട് നിങ്ങളെ നോക്കി പറയുന്നു, യു ആർ ബ്ലസ്ഡ്. ആമേൻ. ഇവിടെ പറയുകയാണ്, ആത്മാവിൽ ദരിദ്രരായവർ അനുഗ്രഹിക്കപ്പെട്ടവർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീക ദാരിദ്ര്യം ഉണ്ടെങ്കിൽ അതൊരു ഭാഗ്യാവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ആത്മീയ കാര്യത്തിലൊരു തൃപ്തി ഉണ്ടാകരുത്, പ്രാർത്ഥിച്ച് തൃപ്തി വരരുത്, ആരാധിച്ച് തൃപ്തി വരരുത്, വചനം ധ്യാനിച്ച് തൃപ്തി വരരുത്. ഇനിയും വേണം, ഇനിയും ആവശ്യമാണ്. അങ്ങനത്തെ ഉള്ള ഒരു ഹൃദയമുണ്ടെങ്കിലാണ് ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് അടുത്തതിലേക്കും അവിടെ നിന്ന് അടുത്തതിലേക്കും എത്തുന്നത്. ഈ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു വളർച്ചയില്ലാത്തതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അവർക്ക് ദാഹമില്ലാത്തതാണ്. അവർ തൃപ്തരാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ തൃപ്തരാകണം. ദൈവം നിങ്ങൾക്ക് തന്ന ഫാമിലിയിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. ദൈവം നിങ്ങൾക്ക് തന്ന സൗന്ദര്യത്തിൽ നിങ്ങൾ തൃപ്തരായിരിക്കണം. കാരണം അത് ദൈവത്തിൻ്റെ കരവിരുതാണ്. പക്ഷെ നിങ്ങൾ തൃപ്തരാകാത്തൊരു ഏരിയ ആയിരിക്കണം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, വചനവുമായുള്ള ബന്ധത്തിൽ. ഒരു അസാധാരണ ദാഹം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വർഗം മുഴുവൻ നിങ്ങളിലേക്ക് ഇറക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയും. ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ ഏറ്റവും കാതലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദാഹമാണ്. ഒരു തൃപ്തിയില്ലാത്ത ഹൃദയം നിങ്ങൾക്കുണ്ടായിരിക്കണം. ആത്മീയ കാര്യത്തിൽ മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ. യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ദാഹിക്കുന്നവരെല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹമുണ്ടോ?
ഇന്നത്തെ ഒരു ആത്മീയ ജീവിതത്തിൽ ചിലരുടെ ഒരു വിഷയം, അവരങ്ങ് തൃപ്തരാണ്, അവരുടെ പ്രാർത്ഥനയിൽ തൃപ്തരാണ്. ഞാൻ ഏറ്റവും അസ്വസ്ഥനാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്നത്തെ പ്രാർത്ഥനയിലും ഇന്നത്തെ ആരാധനയിലൊക്കെ ഞാനങ്ങ് അസ്വസ്ഥനാണ്. കർത്താവ്, എനിക്ക് കുറച്ചും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇന്ന് ഈ വചനം പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ആഴത്തിൽ കർത്താവ് നിന്നെ ശുശ്രൂഷിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതൊരു ദാഹമായിട്ട് ഇന്നും എനിക്ക് നിൽക്കുകയാണ്. ആമേൻ. ഇന്നലെ എൻ്റെ വൈഫ് രാത്രി ഭയങ്കര മൂടോട്ടായിട്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു, എന്താ? അപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് കുറച്ചും കൂടെ കർത്താവിനായിട്ട് ഉപയോഗിക്കണം. അപ്പം ഞാനതിനകത്ത് അവിടെ ഒരു ദാഹം കാണാൻ പറ്റി. വീട്ടിൽ സാധനമില്ലെന്നോർത്തോ ഡ്രസ്സില്ലെന്നോർത്തോ കടം ഉണ്ടെന്നോർത്തൊന്നും അല്ല അവൾ സങ്കടപ്പെട്ടിരിക്കുന്നതിന് കണ്ടത്. കർത്താവിന് വേണ്ടി കുറച്ചും കൂടെ ഉപയോഗിക്കപ്പെടാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനത്തെ ദാഹം നമ്മെ പ്രാർത്ഥനയിലേക്ക് നയിക്കും. ആ പ്രാർത്ഥന നമ്മെ അഭിഷേകത്തിലേക്ക് നയിക്കും. ആ അഭിഷേകം അനേകരെ രക്ഷയിലേക്ക് നടത്തും. യേശു കർത്താവിൻ്റെ ആദ്യത്തെ പ്രഖ്യാപനമാണ്, സ്തോത്രം, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ഇന്നലത്തെ പ്രാർത്ഥനയിൽ നിന്ന് അല്പം കൂടെ ആഴമേറിയ പ്രാർത്ഥനയിലേക്ക് ദൈവം നിങ്ങളെ വിളിക്കുന്നു. അതിലേക്ക് നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ആത്മീയ ജീവിതത്തിൽ തൃപ്തരാകരുത്. ആർത്തിയുള്ളവനെ തൃപ്തീകരിക്കുന്നൊരു ദൈവമുണ്ട്. ഇതിനകത്തിരിക്കുന്ന, ഇത് കേൾക്കുന്ന നിങ്ങളെ ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഒരു വലിയ ദാഹം നിങ്ങൾക്കുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവത്തോട് പറയണം, ഇത് പോരെ കർത്താവേ. മോശ ദൈവത്തോട് പറഞ്ഞ കാര്യമാണ്, സാന്നിധ്യം പോരെ കർത്താവേ, ഇന്നലെ കണ്ട അത്ഭുതം പോരെ കർത്താവേ. അവനിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇത് പോരാ, ഇത് പോരാ. അവൻ ആ ഡീപ്പ് ലെവലിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഏലിയ അവനോട് പറഞ്ഞു, ഇവിടെ നിൽക്കുക. അവൻ പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് പോരാ, ഇത് പോരാ. ആത്മീയ വളർച്ചയുള്ളൊരു വ്യക്തിക്ക് ആത്മീയ കാര്യത്തിൽ അടങ്ങാത്തൊരു ദാഹം, ഒരു ദാരിദ്ര്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. അങ്ങനത്തെ ഒരു ദാരിദ്ര്യത്തോടെ നിങ്ങൾ ദൈവവചനത്തിലേക്ക് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഒത്തിരി ഭക്ഷണങ്ങൾ കിട്ടും. സമ്പന്നന്മാരെ അവൻ വെറുതെ വിട്ടു, എന്നാൽ വിശപ്പുള്ളവനെ അവൻ തൃപ്തീകരിച്ചു. ഈ ദിനങ്ങളിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഈ പ്രഭാതത്തിൽ തുടർമാനമായിട്ട് കുറേ പ്രിയപ്പെട്ടവർ നമ്മുടെ നല്ല നിങ്ങളുടെ, നമ്മൾ ഒരുമിച്ചാണ് ഈ വോയിസ് ഓഫ് ലവ് കാണുന്നുണ്ട്. അവരെല്ലാം ഓർത്ത് സ്തോത്രം ചെയ്തു കേട്ടോ. ഇത് ദൈവം പറഞ്ഞൊരു ദൈവശബ്ദത്താൽ ചെയ്തതാണ്. ഇപ്പോഴാണ് മനസ്സിലാകുന്നത്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഒരു മറുപടിയാണ് ഞങ്ങളെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ശുശ്രൂഷയാണ്. നിങ്ങൾക്കും പറയാനുള്ളത് ഞങ്ങളിലൂടെ ദൈവം പറയിപ്പിക്കുകയാണ്. യെസ്, നമ്മുടെ മിനിസ്ട്രിയാണ്. ദാഹത്തോടെ രാവിലെ തുടർമാനം കേൾക്കുന്നുണ്ട്. എന്താണ്? അവർ തൃപ്തരല്ല. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ കയറാത്ത ആത്മതലങ്ങൾ, തുറക്കാത്ത വചനങ്ങൾ ദൈവം നിങ്ങൾക്ക് തുറക്കും. നാളുകളിൽ നിങ്ങൾ അനേകരുടെ കണ്ണീരൊപ്പുന്നവരും, അനേകരെ ആത്മീയ ജീവിതത്തിൽ വളർത്തുന്നവരും, അനേകർക്ക് ദൈവശബ്ദം പങ്കുവെക്കുന്നവരും, അനേകർക്ക് ദൂത് കൈമാറുന്നവരും, അനേകരെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നവരുമായി നിങ്ങൾ മാറിയിരിക്കും. നിങ്ങൾ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ നിൽക്കത്തില്ല. നിങ്ങൾ ഇന്ന് പ്രാർത്ഥന ചോദിക്കുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഇന്ന് നിങ്ങൾ സ്തോത്രം ഒരു ദൈവശബ്ദം കേൾക്കാൻ കൊതിക്കുന്നവരാണെങ്കിൽ നാളെ നിങ്ങൾ ആയിരങ്ങൾക്ക് ദൈവശബ്ദം കൊടുക്കാൻ ദൈവം നിങ്ങളെ ഒരുക്കും, ഉറപ്പായിട്ടും. അതുകൊണ്ട് ഒരു അടങ്ങാത്ത ദാഹം, തൃപ്തിപ്പെടാത്തൊരു ഹൃദയം, ദൈവത്തിന് വേണ്ടി വിശപ്പും ദാഹവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു.
പരിശുദ്ധാത്മാവിനായി അധികമായി ദാഹിക്കുന്നു. യേശുവിനായി അധികമായി ദാഹിക്കുന്നു. പിതാവിൻ്റെ സ്നേഹത്തിനായി അധികമായി ദാഹിക്കുന്നു. കർത്താവെ, ദാഹമുള്ളൊരു തലമുറയെ ഇന്ന് രാവിലെ സമയം അങ്ങ് എഴുന്നേൽപ്പിക്കുന്നതിന് നന്ദി പറയുന്നു. പിതാവെ, പരിശുദ്ധാത്മ ഈ കുടുംബത്തിന് അങ്ങ് കൊടുത്തിരിക്കുന്ന ദാഹത്തിനായി സ്തോത്രം ചെയ്യും. അവരെ ഇനിയും ആഴങ്ങളിലേക്ക് അങ്ങ് നടത്താൻ പോകുന്നതിന് നന്ദി പറയുന്നു. ദൈവശബ്ദത്തിലേക്ക്, ദൈവവചനത്തിലേക്ക്, അഭിഷേകത്തിലേക്ക്, ശുശ്രൂഷയിലേക്കെല്ലാം അവരെ അങ്ങ് ആഴത്തിൽ ഉപയോഗിക്കാൻ പോകുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. അവൾ ഇന്നായിരിക്കുന്ന എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുന്നു. ഒരു വർധനവ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവേ, ഞങ്ങൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദാഹത്തോടെ കാത്തിരിക്കുകയാണ്. എൻ്റെ മക്കളെ അടുത്തൊരു ഉണർവിന് വേണ്ടി ഒരുക്കണമേ. വചനം അവർക്ക് കൊടുക്കണമേ. ദൈവശബ്ദം അവർക്ക് കൊടുക്കണമേ. തീവ്രമായിട്ട് ദൈവം അവരെ ഉപയോഗിക്കണമേ. അവർ നിമിത്തം അടുത്തൊരു റിവൈവൽ നടക്കണമേ. അവരിലൂടെ ആത്മമണ്ഡലങ്ങൾ തുറക്കപ്പെടണമേ. അവർ നിമിത്തം ദേശങ്ങൾ തുറക്കപ്പെടണമേ. അവർക്ക് വേണ്ടി കർത്താവ് തുറക്കുന്നത് വലിയതും സഫലവുമായ ആത്മമണ്ഡലങ്ങൾക്കായി സ്തോത്രം. ശക്തിയേറൊരു അഗ്നി അവരുടെ മേൽ കത്തണമേ. കർത്താവേ, നീ അവർക്ക് തൃപ്തി വരുത്താൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ദൈവരാജ്യം അവർക്കുള്ളതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യം അവർക്കുള്ളതായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ. അവർക്ക് കൊടുക്കുന്നത് ദൈവരാജ്യമാണ്. ദൈവരാജ്യം അത് ഭക്ഷണവും പാനീയവുമല്ല, അത് നീതിയും സ്തോത്രം സമാധാനവും പരിശുദ്ധാത്മയുള്ള സന്തോഷവുമാണ്. നീ അവർക്ക് സമാധാനവും സന്തോഷവും നീതിയും കൊടുക്കുന്നതിനായി സ്തോത്രം. അവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ ഉപജീവന മാർഗത്തെ അനുഗ്രഹിക്കുന്നു. അവരുടെ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. അവരുടെ സ്റ്റഡി അനുഗ്രഹിക്കുന്നു. അവരുടെ ജോബ് അനുഗ്രഹിക്കുന്നു. അവരുടെ മുമ്പിൽ ദൈവം തുറന്നിരിക്കുന്ന എല്ലാ പുതിയ ഓപ്പർച്യൂണിറ്റികൾക്കായി സ്തോത്രം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതൊക്കെ ചെയ്യുവാനുള്ള എല്ലാ പ്രൊവിഷനും തുറന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവരിലേക്ക് ഇതെത്തിക്കുക. ഗോഡ് ബ്ലെസ് യു. എല്ലാ ദിവസവും രാവിലെ ഇന്ത്യൻ ടൈം 6 മണിക്ക് വോയിസ് ഓഫ് ലവ് എന്ന ഷോർട്ട് ഡിവോഷൻ ലഭ്യമാണ്. അതുപോലെ ചൊവ്വ, വ്യാഴം, ഞായർ ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ ടൈം 9:30 ലൈവ് മെസ്സേജ് ലഭ്യമാണ്. ഈ സന്ദേശങ്ങൾ ലഭ്യമാകുവാൻ പാസ്റ്റർ രാജശേലപ്പറ യൂട്യൂബ് ചാനലും ഗാനങ്ങൾ ലഭ്യമാകുവാൻ രാജശേലപ്പറ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അങ്ങേ പോലെ സ്നേഹിച്ചിടാൻ ആവതില്ല ആർക്കുമേ. സ്നേഹമേ, പ്രേമമേ,